ഖുർആൻ ഷരീഫ് തോട്ടിലെറിഞ്ഞൊരു കുട്ടിയുടെ കഥ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി ജനിച്ചത് ഫിർഔൻ്റെ നാട്ടിലാണ്. ജനിക്കപ്പെട്ട എല്ലാ ആൺകുട്ടികളെയും കൊല്ലൽ നിയമമാക്കിയ മനുഷ്യൻ, ഏകാധിപതി. അവൻ്റെ ഏകാധിപത്യത്തിനെതിരെ വരുന്ന എല്ലാറ്റിനെയും തകർക്കാൻ വേണ്ടി നിയമം ആവിഷ്കരിക്കുന്ന ഒരാൾ, ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും കൊല്ലണം എന്ന് തീരുമാനിച്ച ഏകാധിപതിയായ ഒരു രാജാവിൻ്റെ രാജകൊട്ടാരത്തിലെ പ്രധാന ജോലിക്കാരൻ്റെ മകനായി സയ്യിദുനാ മൂസ അലൈഹിസ്സലാം ജനിക്കുന്നു. കൊട്ടാരത്തിൽ ഏതായാലും വെക്കാൻ പറ്റൂല. രാജകുടുംബത്തിൽ ജോലി ചെയ്യുന്ന ആളുടെ മകനാണെന്ന് അറിയാനും പറ്റൂല. എങ്ങനെ ഒരു ന്യൂസ് കിട്ടിയപ്പോൾ പട്ടാളക്കാർ മൂസാ നബിൻ്റെ പെരേക്ക് വരികയാണ്. ഏതായാലും കൊല്ലുന്ന ഉറപ്പായപ്പോൾ മൂസാ നബിനെ അമ്മ തീജിക്കണ്ട് വെച്ചു, അടുപ്പിക്കട വെച്ചു. എല്ലായിടത്തും തിരഞ്ഞു. അടുപ്പിലിപ്പോൾ ഏതായാലും കുട്ടിനെ തരില്ലല്ലോ. അപ്പോൾ എല്ലായിടത്തും തിരഞ്ഞിട്ടാണ് പോയി. വേഗം ഒരു പോയേക്കിന് വന്നു നോക്കുമ്പോൾ മൂസാ നബി തിജിലിരുന്നിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അതിൽ ഉമ്മ എടുത്തിട്ട് കുട്ടിനെ കൊണ്ടുപോയി നോക്കി. വീണ്ടും സംശയമായപ്പോൾ അല്ലാഹു തആല മൂസാ നബിയുടെ ഉമ്മാക്ക് ഒരു വഹ്യ് നൽകുകയാണ്. അങ്ങനെ തന്നെയാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. എന്താ ഈ ഉമ്മാർക്ക് ചില വഹ്യൊക്കെ ഉണ്ടാവും. ഉമ്മാർക്ക് ചില വഹയുണ്ട്. കുട്ടികളെക്കുറിച്ച് ഏറ്റവും നല്ല വഹയി ലഭിക്കുന്നത് ഉമ്മാക്ക് തന്നെയാണ്. ഒരു കുട്ടിയെക്കുറിച്ച് ഉമ്മയുടെ ധാരണകൾ കറക്റ്റായിരിക്കും. അതൊരു പ്രത്യേകമായ ഇൽഹാം എന്ന കാറ്റഗറിയിൽ വരുന്ന വഹയുകളാണ്. അതുകൊണ്ട് ഉമ്മാക്ക് ഒരു പ്രത്യേകമായ വഹി അല്ലാഹു നൽകി ഒരു പെട്ടി ഉണ്ടാക്കണമെന്നും ആ പെട്ടിയിൽ കുട്ടിയെ ആക്കിയിട്ട് നൈൽ നദിയിൽ നിക്ഷേപിക്കണമെന്നും പറഞ്ഞു. നിക്ഷേപിക്കുന്നതിൻ്റെ മുമ്പായി മൂസ നബി അലൈഹിസ്സലാമിന് ഒന്ന് മുല കൊടുക്കാൻ വേണ്ടി അള്ളാഹു മൂസാ നബിയുടെ ഉമ്മാക്ക് വഹി നൽകുന്നുണ്ട്. ഒന്നും കൂടി രണ്ട് മുല കൊടുത്തിട്ട് പെട്ടിയിലാക്കിയിട്ട് നൈൽ നദിയിലേക്ക് എറിയുക. അല്ലോണം ആലോചിക്ക്. അപ്പോൾ ഇതുവരെ മുല കൊടുത്തിയെന്ന് തന്നെയാണ്. ഒന്നും കൂടിയാണ് മുല കൊടുക്കുമ്പോൾ എന്തുണ്ടാവും? ഇനി അവസാനത്തെ ഒരു മുലകൊടുക്കലിൽ മോനെ അന്നെ ഞാൻ പെട്ടിയിലാക്കിയിട്ട് നൈൽ നദിയിൽ എറിയാൻ പോവുകയാണ് എന്ന് മുല കൊടുക്കുമ്പോൾ കുട്ടിയോട് സ്വാഭാവികമായും പറയും. ഈ പറയണത് വരെയും ഉമ്മാക്ക് എന്തെന്നെ പണി? കുട്ടിക്ക് മുല കൊടുക്കുക തന്നെയാണ്. എന്നാലും പെട്ടിയൊക്കെ റെഡിയായിട്ട് എറിയണേൻ്റെ മുമ്പ് ഒന്നും കൂടി കൊടുക്കാൻ വേണ്ടി പറയാണ്. ആ കൊടുക്കുമ്പോൾ ഉമ്മ പറയുന്നുണ്ട് എന്ത് കുട്ടിനോട്, മോനെ ഇപ്പം തരുന്ന ഈ മുല സാധാരണ എനിക്കാൻ ഇതുവരെ തന്നതുമായിരുത്ത മുല തരലല്ല, പിന്നെ അന്നെ ഞാനൊരു പെട്ടിയിലാക്കിയിട്ട് നൈൽ നദിയിലിടാൻ പോവാണ്. ഒരു ഉമ്മ മുല കൊടുക്കുമ്പോൾ കുട്ടിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ എന്നാണ്. മുല കൊടുക്കുമ്പോൾ കുട്ടിയെക്കുറിച്ചുള്ള സങ്കല്പമാണ്. ഒരുമ്മ മുല കൊടുക്കുന്ന സമയത്ത് ഒരു കുട്ടി ഹാഫിളാക്കുന്നത് സങ്കല്പിച്ചാൽ ആ കുട്ടി എന്തായാലും ഹാഫിളായിരിക്കും. കാരണം ഓൻ ഏത് മുല കുടിച്ചത്? ഹാഫിളാവാനുള്ള മുലയാണ് കുടിക്കണത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്? ഒരു ഉമ്മ മുല തരുന്ന സമയത്ത് തൻ്റെ പിന്നിൽ നിന്ന് ഇമാമത്ത് നിൽക്കുന്ന കുട്ടിയെ മനസ്സിൽ കാണുകയാണെങ്കിൽ അപ്പോൾ കുട്ടി കുടിക്കുന്ന മുലപ്പാൽ എന്തിനുള്ളതാ? ഉമ്മാൻ്റെ ബാക്കിൽ ഇമാമത്തിക്കാനുള്ള മുലപ്പാലാണ്. അപ്പോൾ നൈൽ നദിയിൽ എറിയുന്നതിന് മുമ്പ് ഒന്നുകൂടെ മുലൊടുക്കാൻ പറയുന്നത് നൈൽ നദിയിൽ എറിയപ്പെടുകയും അതിനെ അതിജീവിച്ച് കൊട്ടാരത്തിലെത്തുകയും ചെയ്യാൻ പ്രിപ്പയർ ആവാനുള്ള മുലപ്പാലാണ് പിന്നെ നൽകുന്നത്. മുലപ്പാലിന് ഇമാം മാവർദി റളിയല്ലാഹു അൻഹു 14ഓളം ഗുണങ്ങൾ പറയുന്നുണ്ട്. മുലപ്പാലിൻ്റെ ഗുണങ്ങൾ എണ്ണിയിട്ടുണ്ട്, 14 ഗുണങ്ങൾ എണ്ണിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഗുണങ്ങളാണ്. ചൂടുകാലത്ത് ഒരു കുട്ടി കുടിക്കുന്ന മുലപ്പാൽ ചൂടിനെ പ്രതിരോധിക്കാനുള്ളതാണ്. തണുപ്പ് കാലത്ത് ഒരു കുട്ടി കുടിക്കുന്ന മുലപ്പാൽ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ളതാണ്. ദഹനശക്തി കുറഞ്ഞു വരുന്ന സമയത്ത് കുട്ടി കുടിക്കുന്ന മുലപ്പാൽ ശക്തമായ ദഹനശക്തി ആവശ്യമില്ലാത്ത പാലായിരിക്കും. എന്നാൽ ദഹനശക്തി കൂടുതലുള്ള സമയത്ത് കുട്ടി കുടിക്കുന്ന മുലപ്പാൽ
കൂടുതൽ ദഹനശക്തി ആവശ്യമുള്ള മുലപ്പാലായിരിക്കും. ഇങ്ങനെ മാറി മാറി നമുക്ക് കൊടുക്കുമ്പോൾ എപ്പോഴും മുലപ്പാലാന്നേ തോന്നുള്ളൂ. പക്ഷേ ആ ഗുണം എപ്പോൾ മാത്രമേ ഉള്ളൂ? മുലയിൽ നിന്ന് നേരിട്ട് വായിലേക്ക് വരുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. വേറെ പാത്രത്തിലേക്ക് പീഞ്ഞെടുത്തിട്ട് കൊടുത്താൽ ഉണ്ടാവില്ല. പീഞ്ഞെടുത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പം കണ്ണിൽ നമ്മളെന്തെങ്കിലും ചാടിയാലും മുലപ്പാൽ ഒറ്റിക്കുമല്ലോ. ഏത് പാലൊറ്റിച്ചാലും പറ്റൂട്ടോ. മുലപ്പാൽ പാലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും സോഫ്റ്റ് ആയതുകൊണ്ട് അത് ഒറ്റിക്കുന്നു എന്നുള്ളൂ. ഇല്ലെങ്കിൽ പശുവും പാൽ ഒറ്റിക്കാം. പക്ഷേ മുലയിൽ നിന്ന് കണ്ണിലേക്ക് നേരിട്ട് മുലപ്പാൽ ഒറ്റിക്കാൻ പാടില്ല. പിന്നെ എടുക്കേ പറ്റുള്ളൂ. പാത്രത്തിലെടുക്കാനും പാടില്ല. പിന്നെ എടുക്കേ പറ്റുള്ളൂ. ഈ പഴയ കാലത്തെ ആൾക്കാർ ചെയ്യണതൊക്കെ നമുക്ക് പലപ്പോഴും പൊട്ടത്തരായിട്ട് തോന്നും. പക്ഷെ പഠിക്കുന്നതിനനുസരിച്ചാണ് അതാണ് ശരിയെന്ന് മനസ്സിലാകുന്നത്. ഇലയിലേക്ക് എടുത്ത് മാത്രമേ കണ്ണിൽ മുലപ്പാൽ ഒറ്റിക്കാൻ പാടുള്ളൂ. പാത്രത്തിലെടുത്ത് ഒറ്റിക്കാൻ പാടില്ല. ഇനി പാത്രം അഥവാ ഉപയോഗിക്കുകയാണെങ്കിൽ പുതിയ പാത്രം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയ പാത്രം ഒരിക്കലും അതിന് ഉപയോഗിക്കാൻ പാടില്ല. ഏറ്റവും നല്ലത് തീരെ ഉപയോഗിച്ചിട്ടില്ലാത്ത പാത്രമാണ്. അതുകൊണ്ടാണ് ഇല ആ കാറ്റഗറിയിൽ വരുന്നത്. അതുകൊണ്ട് മുലപ്പാൽ കണ്ണിലെറ്റിക്കുന്നത് ഇലയിലെടുത്തിട്ട് തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ തീരെ ഉപയോഗിച്ചിട്ടില്ലാത്ത പാത്രമായിരിക്കണം. നേർക്ക് നേരെ പറ്റൂല. എന്നാൽ വാഴയിലേക്കാണെങ്കിൽ ഇലയിലോ പാത്രത്തിലോ എടുത്തിട്ട് പറ്റൂല. നേർക്ക് നേരെയാണ് കൊടുക്കേണ്ടത്. അപ്പോഴാണ് ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് മൂസ നബി അലൈഹി ഇസ്ലാമിനോ അല്ലാഹു തആല മുല കൊടുക്കാൻ വേണ്ടി ഉമ്മയോട് പറയുന്നു. ഒന്നും കൂടിയാണ് മുല കൊടുത്തു. എന്നിട്ട് പെട്ടിയിലാക്കി മൂസ നബിയെ തൻ്റെ മാതാവ് നൈൽ നദിയിൽ നിക്ഷേപിക്കുന്നു. നൈൽ നദിയിലൂടെ അതിങ്ങനെ ഒഴുകിപ്പോയിട്ട് അവസാനം രാജകൊട്ടാരത്തിൽ ഫിറൗൻ്റെ അടുത്തേക്ക് എത്തുന്നു. ഫിറൗൻ്റെ അടുത്ത് എത്തിയപ്പോൾ ആദ്യമായി അവർ കൂടിയാലോചിച്ചത് മുല കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ത്രീയെ കിട്ടുമെന്നാണ്. രാജകൊട്ടാരത്തിലൊരു കുട്ടിയുണ്ട്, നൈൽ നദിയിൽ നിന്ന് കിട്ടിയതാണ്, മുല കൊടുക്കാൻ ആളെ അന്വേഷിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ എല്ലാവരും മുല കൊടുക്കാൻ തിരക്ക് തുടങ്ങി. എല്ലാവരും മുല കൊടുക്കാനുള്ള തിരക്ക് തുടങ്ങി. രാജകൊട്ടാരത്തിൽ വന്ന് സ്ത്രീകൾ വരി നിന്നു. അപ്പോൾ രാജാവ് ഒരു നിയമം പാസാക്കി, ആരുടെ മുലയാണോ കുട്ടി കുടിക്കുന്നത് അവരെ കൊട്ടാരത്തിൽ നിശ്ചയിക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ കുറേ സ്ത്രീകൾ വന്നിട്ട് മുല എടുത്ത് നോക്കി, കുട്ടി കുടിക്കണ്ടേ. അവസാനം മൂസാ നബിൻ്റെ ഉമ്മ എന്നെ വരിയിൽ നിന്നിട്ട് വന്നു. മൂസാ നബിൻ്റെ അമ്മ വരിയിൽ നിന്ന് വന്നപ്പോൾ കുടിച്ചു എന്ന് മാത്രമല്ല, മുഖത്ത് നോക്കി ചിരിച്ചപ്പോൾ ഉമ്മ ഇങ്ങനെ തിരിഞ്ഞു നിന്നു. ഇനിയിപ്പോൾ ചിരി കണ്ടിട്ടേലും സംശയം തോന്നണ്ട എഴുതിയിട്ട് തല തിരിച്ച്. അങ്ങനെ അപ്പോൾ ഈ മുലൊടുക്കലും ഉമ്മയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയാനാണ് ഞാനിത് പറയണത്. അങ്ങനെ അവസാനം ഈ സ്ത്രീയുടെ മുല മാത്രമേ കുടിക്കുള്ളൂ എന്ന് മനസ്സിലായപ്പോൾ ആ സ്ത്രീയെ കൊട്ടാരത്തിൽ മുല കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ചു. അങ്ങനെ ഉമ്മാൻ്റെ മുലപ്പാലു തന്നെ നിങ്ങൾ മനസ്സിലാക്കിയോ? പ്രസവം കൊണ്ട് മാത്രമല്ലല്ലോ ഉമ്മയാവുന്നത്, മുലയൂട്ടൽ കൊണ്ട് ഉമ്മയാവുന്നുണ്ട്. പ്രസവം കൊണ്ട് മാത്രമല്ല ഉമ്മയാകുന്നത്, മുലയൂട്ടൽ കൊണ്ട് ഉമ്മയാകുന്നുണ്ട്. 2 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു കുട്ടിക്ക് 5 തവണ മതിയാകുന്നത് വരെ ഒരു സ്ത്രീ മുല നൽകിയാൽ ആ സ്ത്രീയെ ഈ കുട്ടിയുടെ മുലകുടി ബന്ധത്തിലൂടെയുള്ള മാതാവായി കണക്കാക്കുന്നതാണ്. മുലകുടി ബന്ധത്തിലൂടെയുള്ള മാതാവായി കണക്കാക്കും. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അലീമത്തു സാദിയ മുലയൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അലീമത്തു സാദിയ നബി തങ്ങളുടെ മാതാവായി. പ്രസവത്തിലൂടെ മാത്രമല്ല മാതാവാകുന്നത്, മുലയൂട്ടലിലൂടെയും മാതാവാകുന്നുണ്ട്. പ്രസവിക്കുന്നത് പോലെയുള്ള പ്രധാനപ്പെട്ട ഒരു കർമ്മം തന്നെയാണ് മുലയൂട്ടൽ എന്നതിൽ നിന്ന് വരും. മൂസ നബി അലൈഹിസ്സലാമിന് സ്വന്തം മാതാവിൻ്റെ തന്നെ മുല കൊടുക്കണമെന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തീരുമാനിച്ചതിന് അള്ളാഹു ഉണ്ടാക്കി തീർത്ത സംവിധാനം. വരി നിന്ന് ഉമ്മ തന്നെ വരുന്നു, എന്നിട്ട് ജോലി. സ്വന്തം കുട്ടിക്ക് മുല കൊടുക്കണേന് ചരിത്രത്തിൽ ആദ്യമായി കൊട്ടാരത്തിൽ നിന്ന് ശമ്പളം പറ്റിയത് ബഹുമാനപ്പെട്ട മൂസാ നബിൻ്റെ ഉമ്മയിക്കാരം. നമ്മൾ ഒരു ഭാഗത്ത് കൂടി ഇങ്ങനെ നോക്കുമ്പോൾ ഇടങ്ങേറാണ്, വേറൊരു ഭാഗത്ത് കൂടി നോക്കുമ്പോൾ അവനാൻ്റെ കുട്ടികൾക്ക് മുല കൂട്ടണതിന് ശമ്പളം കിട്ടുക വെച്ചാൽ പിന്നെ അതിലേറെ വലിയൊരു ഗുണം എന്താ വേറെ ഉള്ളത്?